പറ സൗദ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയുടെ അത് ഭയങ്കരമായിട്ട് വൈറലായി. ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വൈറലായത്? ആ ഫുട്ബോൾ മിഠായി. അപ്പൊ സ്വയം അവൻ മെസ്സിയാണ് റൊണാൾഡോ ആണെന്നാണ് അവൻ പറയുന്നത്. ഡാൻസയുടെ സൗണ്ടാണ് അതിനകത്ത് നിറഞ്ഞിങ്ങനെ നിക്കുന്നത് കേട്ടോ. തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ഇവന് ഗർഭിണിയായിരുന്നപ്പോഴും എന്താണെന്ന് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫാൻ ഗേൾ ഉണ്ടെന്ന്. അപ്പൊ നമ്മള് ടീമായിട്ട് നമ്മള് റെഡി ആയിരിക്കുകയാണ് ഇട്ടൂലി കളിക്കാൻ. എന്റെ കയ്യിൽ ഒരു പിന്നിന്റെ സെറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഒരു പ്രായത്തിൽ നമ്മളൊക്കെ കളിച്ചിട്ടുള്ളതാ. നമ്മളൊക്കെ ഞങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അധികം പ്രായമൊന്നുമില്ല. കാശെറിഞ്ഞിട്ട് അതായത് കോയിൻ ഒളിപ്പിച്ച് വെച്ച് കളിക്കാറുണ്ട്. ഞങ്ങൾ നേരത്തെ കളിക്കാറുണ്ട്. അപ്പൊ ഈ ചൂടും തണുപ്പൊക്കെ അങ്ങനെ ഇതാക്കാറില്ല. ചൂടും തണുപ്പം പറയാറൊന്നുമില്ല. കോയിൻ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ച് അവൻ കണ്ടുപിടിച്ചോളൂ. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫാൻ ഗേൾ ഉണ്ടെന്ന്. ഫാൻ ഗേൾ എന്റെ മോളാട്ടോ. കണ്ടിട്ടില്ല, മിണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കണ്ടിട്ടില്ലാത്ത പോലെ ഇരിക്കാട്ടോ. അതെ, നമ്മുടെ ഫാൻ ഗേൾ വന്നിട്ടുണ്ട്. കമോൺ, ഇവിടെ ഇരിക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞപ്പനെ കാണാനാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ കുഞ്ഞപ്പനെ രാവിലെ മുതൽ ആ വ്ളോഗുകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ സന്തോഷമായി. ഇവര് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല. മിഠായിയൊക്കെ കൊടുക്ക്. പറയിട്ടില്ല. സുന്ദരിയാണ്, നല്ല രസാ. നല്ല ഡ്രസ്സാണ്, സുന്ദരിയാണ്. കുഞ്ഞപ്പനോട് എന്താ ചോദിക്കാനുള്ളേ? വ്ളോഗൊക്കെ ചെയ്യുമ്പോ നല്ല പേടിയുണ്ട്. വ്ളോഗ് ചെയ്യുമ്പോ പേടിയുണ്ടോ? ഇല്ല, കൂളായിട്ടാണ് ഞങ്ങള് ചെയ്യാറ്. നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കൂലേ പോന? ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കൂലേ? അതൊക്കെ പോലെ ഞാൻ സുഖമായിട്ടാണ് ചെയ്യാറുള്ളതെന്ന്. സുഖമായിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അതാണ് കവി ഉദ്ദേശിച്ചത്. അതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ടീമായിട്ട് നമ്മള് ഇട്ടൂലി അല്ലേ? 4 പേരാണ് ടീമിലുള്ളത്. 4. ഓ, എണ്ണനൊക്കെ ഞങ്ങൾക്ക് അറിയാം. 3, 4. അപ്പൊ നമ്മള് രണ്ടുപേരെ ഒഴിവാക്കി. 1, 2, 3, 4. പക്ഷെ ഞാനാണല്ലോ ഇടുന്നത്. അയ്യോ, ഇവരെ പരിചയപ്പെടുത്തി. ഇത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ടീമാണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ അവരിവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് വേഗം ചാക്കിലിട്ട് അങ്ങ് പിടിച്ചു. കുഞ്ഞപ്പനെ കണ്ടപ്പോ ഓടി വന്നു. ഏതോ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കണ്ട് നമ്മള് എന്താ പറയാ, നമ്മളിപ്പം ഇട്ടൂലി കളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഓക്കെ, തുടങ്ങാം. തിരിഞ്ഞോക്കാൻ പാടില്ല കള്ളക്കളി കളിക്കണം. അമ്മ കഴിഞ്ഞ നോക്കരുത്. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ. ചൂട് 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 വന്നിട്ട് ഇപ്പൊ പോയി. ചൂടാവുന്നുണ്ട്. ചൂടാണെങ്കിൽ ഇവിടെ എവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ചൂടാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ചൂടാണ്. കുഞ്ഞപ്പ ഇവിടെ ചൂടുണ്ട്. കണ്ടാലും കണ്ട പോലെ കടിക്കരുത്. ഈശോ, ആ കുഞ്ഞപ്പ തണുപ്പായി. ഞാനേ കണ്ടുള്ളൂ. കുഞ്ഞപ്പ തണുപ്പായി. ഇവിടെ ഭയങ്കര ചൂടുണ്ട്. ഇവിടെ ഈ ഭാഗത്തുണ്ട് സാധനം. തപ്പിക്കോ. അയ്യോ കുഞ്ഞപ്പ ഭയങ്കര ചൂട്. ചിലപ്പോൾ താഴെയായിരിക്കാം. ടീം ജയിച്ചിരിക്കുന്നു. കണ്ടോ, ഞങ്ങൾ പിന്നെ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് വെയിലത്തുനിന്ന് മാറി നിൽക്കാം. അങ്ങനെ കുഞ്ഞപ്പൻ തന്നെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള്
പിന്നൊക്കെ ഇട്ട് ഭയങ്കര ക്ഷീണിച്ച് പോയല്ലേ കളിച്ചിട്ട്. ഇനിയും കളിക്കണം എന്നാണ് പറയണത്. ഇതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ അഖിലാണെങ്കിൽ കൊറേ മുമ്പൊക്കെ വീഡിയോസിലൊക്കെ വരാനായിട്ട് ഭയങ്കര നാണായിരുന്നു. അത് വരാറുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോസിലൊക്കെ വന്നു തുടങ്ങിയത് തോന്നല്ലേ? അതെന്താ അങ്ങനെ? ഞാൻ ഓൾറെഡി വർക്കിന് കൊണ്ടുവരുന്നില്ല. പിന്നെ കൊച്ചിന്റെ കണ്ടന്റ് അല്ലേ കൂടുതൽ, അപ്പൊ നമുക്ക് അതിനകത്ത് വലിയ റോളില്ല. അതാണ് സത്യം. വീഡിയോ ചെയ്യുന്നോണ്ട് ഇപ്പൊ എനിക്ക് റോളുണ്ട്. നേരത്തെ ചേട്ടൻ രാവിലെ ജോലിക്ക് പോയാ 9 മണിക്ക് വരും. പിന്നെ ആ ജോലി നിർത്തി വേറൊരു ജോലിക്ക് കയറിയപ്പോ 6-6:30 മണിയാവും. അപ്പൊ ഞാനിവനും മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇവൻ ആ ഡേ കെയറിൽ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കുന്നതും തിരിച്ചു കൊണ്ടുവന്നതും ആ വീഡിയോ ഇട്ടാ സത്യത്തിൽ വൈറലായത്. ഇപ്പൊ കുറെ പേര് അത് മിസ് ചെയ്യുന്നുണ്ട്. പിള്ളേരൊക്കെ കമന്റ് ചെയ്യും ഇവനെ ഡേ കെയറിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വീഡിയോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണേ ചേച്ചി. അതായത് ഇവൻ വഴി കൂടി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വോയിസ് ഓവർ കൊടുത്തിടും. നമ്മുടെ സ്ഥലവും മൊത്തം ആ വീഡിയോയിലുണ്ട്. നമ്മുടെ സ്ഥലം, കടകള്, നമ്മുടെ നാട്ടിലുള്ള എല്ലാരും ഉൾപ്പെടുത്തിയാ ഞാൻ ആ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അത് ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ തിരക്കി വീട്ടിൽ വരും. വഴിയൊക്കെ ഉണ്ടല്ലോ, വീഡിയോ ഒക്കെ കറക്റ്റ് ആയിരിക്കും. റൂം വരെ അല്ല, കുഞ്ഞു പിള്ളേര് അച്ഛനും അമ്മക്കും വഴി പറഞ്ഞു കൊടുത്തിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ വഴി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കും കൊച്ചു പറഞ്ഞു തന്നിട്ട് ഈ വഴി പറഞ്ഞു തന്നു. കാരണം ഈ വീഡിയോയില് വ്ലോഗിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, അതായത് തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഇല്ല. ഞാൻ ഇവനെ ഗർഭിണിയായിരുന്നപ്പോഴെന്താണെന്ന് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത്. പിന്നെ അത് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ ഡെലിവറി സ്റ്റോറി, പിന്നെ ഇവനെ കുളിപ്പിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തത്. പക്ഷെ അതൊന്നും അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല, അറിയാലോ, റീച്ച് ആയില്ല. പിന്നെ ഞാനിത് ഇട്ടിട്ട് പോയി. പിന്നെ ആ സമയത്ത് നമുക്ക് ഈ യൂട്യൂബും എഡിറ്റിങ്ങും ഫോണിന്റെ പുറകെ നടക്കാൻ സമയമില്ല, കുഞ്ഞല്ലേ. പിന്നെ ഇവൻ കുറച്ചുകൂടി ഒരു 5-6 മാസമായപ്പോ ഞാൻ പിന്നെയും ചെയ്യാൻ തുടങ്ങി. സ്കെച്ച് വീഡിയോസ് ഇല്ലേ, നമ്മൾ തന്നെ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ പല പല വേഷം, 3 റോള് 4 റോള്. ഫുൾ സപ്പോർട്ട് അവിടെ നിന്നായിരുന്നു. ചേട്ടൻ ഞായറാഴ്ച ലീവുള്ള ദിവസം, അപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന, അപ്പൊ ലീവുള്ള ദിവസം ചേട്ടൻ എന്ത് ചെയ്യും, അവൻ പോവാണ്. ചേട്ടന് ലീവുള്ള ദിവസം ചേട്ടൻ വീഡിയോ എടുത്തു തരുമായിരുന്നു. അങ്ങനെ ഇട്ടോണ്ടിരുന്നത്. പിന്നെ അതും റീച്ച് ആവാണ്ടായപ്പോ ഞാൻ ഈ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി മറൈൻ ഡ്രൈവിലൊക്കെ വന്നിട്ടൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ ആ ചേട്ടനെ എപ്പോഴും അപ്പൊ ഞായറാഴ്ച ചേട്ടന് ലീവുള്ളപ്പോ ഇവനെ ചേട്ടൻ്റെ കൊടുക്കും. ഇവനപ്പോ 1 വയസ്സൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ എന്റെ അനിയനെ വിളിച്ചോണ്ട് മറൈൻ ഡ്രൈവില് ചേർത്തലയില് നമ്മളിപ്പം ലോട്ടറി അടിച്ച 10 ലക്ഷം രൂപ പെട്ടെന്ന് ലോട്ടറി അടിച്ച എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ചോദിക്കത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാരെയും കൊണ്ട് പബ്ലിക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുപ്പിക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതിന്റെ റിവ്യൂ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു. കുറെ ചെയ്യും. അങ്ങനെ ഞാൻ തന്നെ ചെയ്ത് ഞാൻ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറൊക്കെ ആക്കി എടുത്ത് മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുത്ത്. പിന്നെ അപ്പോഴാണ് പിന്നെ നമ്മൾ അത് ഇട്ടിട്ട് പോകും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറിയാലും പൈസ കിട്ടാൻ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടാണ്ട് നമ്മൾ ഇതിൽ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനെപ്പറ്റി ചോദിക്കാനും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും ആരും ഇല്ല. അപ്പൊ ഞാൻ ഇനിയും ഇതിൽ തന്നെ വർക്ക് ചെയ്തോണ്ടിരുന്ന എനിക്കൊന്നും കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരോടും ചോദിക്കാൻ അറിയാവുന്നവരില്ല. പിന്നെ ഞാൻ ഇട്ടിട്ട് പോകും. പിന്നെയും ഇവനെ ഇട്ടിട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റണില്ല. പിന്നെയും കറങ്ങി തിരിഞ്ഞ് യൂട്യൂബിൽ വരും. പിന്നെ ഇട്ടിട്ട് പോകും, പിന്നെയും വരും. പിന്നെ ഇവനൊരു 3 വയസ്സായപ്പോ ഇവന്റെ ഈ ഡേ കെയർ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഒരു ദിവസം 3 ഷോർട്സ് ഇത് ഇടാൻ തുടങ്ങി. ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വൈറലായത്? ഏതായിരുന്നു? ആ ഫുട്ബോൾ മിഠായി. ഈ കുഞ്ഞമ്മയുടെ കടയിൽ നിന്ന് ഒരു ബോൾ മിഠായി ഫുട്ബോളിന്റെ അതുപോലത്തെ കവറിൽ പൊതിഞ്ഞിട്ട് വരും. അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ട് 2 രൂപയാണ് ആ മിഠായിക്ക്. നമ്മുടെ ഫുട്ബോൾ പോലെ ഇരിക്കും. അത് അതിന്റെ പൊതി സിൽവർ കളറിൽ ഇത് തുറക്കുമ്പോ ചോക്ലേറ്റ് മിഠായിയാണ്. അത് വെച്ചിട്ട് ഇവൻ കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടതാ. ഇവൻ അംഗനവാടിയിൽ നിന്ന് വന്ന വിശേഷം എല്ലാം കൂടി. പോയി കളിച്ചോട്ടെ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ടതാ. ആ വീഡിയോ 1 മില്യൺ കഴിഞ്ഞ് 12 ലക്ഷം 13 ലക്ഷം 14 ലക്ഷം ഇല്ല, കുഴപ്പമില്ല, സ്ലൈഡിന് അങ്ങനെ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് വൈറലായത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും 3 ഷോർട്സ് എങ്ങനെയെങ്കിലും ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അൻസയുടെ സൗണ്ട് ആണ് അതിനകത്ത് നിറഞ്ഞിങ്ങനെ നിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഏത് വീഡിയോ എടുത്താലും ആ സൗണ്ട് എനിക്ക് എവിടെ നിന്ന് കേട്ടാലും അറിയാം. സൗണ്ട് കേട്ടാ എനിക്കറിയാം. ഞാൻ മോള് ഇങ്ങനെ വെക്കുമ്പോഴേക്കൊക്കെ കുഞ്ഞപ്പന്റെ വീഡിയോ അല്ലേ വെക്കുന്നത്. എനിക്ക് അതില് ഭയങ്കര സങ്കടമായ ഒരു സംഭവം ഉണ്ട്. അതായത് ഞങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അതിരപ്പള്ളി പോയായിരുന്നു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി. അപ്പോ അവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചില്ല, 1 ഡേ ട്രിപ്പ്. രാവിലെ പോയിട്ട് വൈകിട്ടായപ്പോ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയും അധികം പിള്ളേർ, ഇത്രയും പേര് നമ്മൾ അറിയാവുന്നവരുണ്ടെന്ന് അതിരപ്പള്ളി ഉണ്ടാവും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. അപ്പൊ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വന്ന് കുഞ്ഞപ്പനെയാണ് വേണ്ടത് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ മാറി നിന്ന് കൊടുക്കും ഫോട്ടോ എടുക്കുക. അങ്ങനെയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുറെ കിലോമീറ്റർ 1/2 കിലോമീറ്ററോളം താഴത്തോട്ട് നമ്മൾ ഇറങ്ങി പോണം ഇത് കാണാൻ. പിന്നെ അരുവി മോളില്ല, അരുവിയിൽ ഒരു 3 മണി വൈകിട്ട് 3 മണി വരെ അരുവിയിൽ കളിച്ച് അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി. ആ ഇറങ്ങുന്ന വഴിയൊക്കെ എല്ലാരും ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, തിരിച്ച് കയറുന്ന വഴിയും. പെട്ടെന്ന് ഒരു അച്ഛനും അമ്മയും കൂടി ഈ അമ്മ എന്നോട് മോളെ ഒന്ന് നിൽക്കുവാന്നൊക്കെ ചോദിച്ച് വിളിച്ച്. അപ്പം ഫ്രണ്ടിൽ അച്ഛനുണ്ട്, അച്ഛന്റെ കൂടെ ഒരു വലിയ മോനുണ്ട്, ബാക്കിൽ ഈ അമ്മയുടെ കൂടെ വേറൊരു മോനുണ്ട്. അവനൊരു 8ലോ 7ലോ ഒക്കെ ആയിരിക്കും ആ മോൻ. അപ്പൊ അതേ ഒന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു, മോളോട് മിണ്ടാനായിരുന്നു, എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനാണോ എടാ നോക്കടാ എന്താടാ കണ്ടിട്ട് മൈൻഡ് ഇവൻ കുനിഞ്ഞ് നിൽക്കുക. അപ്പൊ ഞാൻ ഇവനോട് മിണ്ടിട്ട് ഇവൻ മുഖത്തിട്ട് നോക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ നാണമാണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവന് കണ്ണിന് കാഴ്ചയില്ല ആ മോന്. അപ്പൊ ആ അമ്മ പറയുവാണ്, ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ ഞങ്ങൾ കലബില വർത്താനം പറഞ്ഞോണ്ട് പോവല്ലേ. അപ്പൊ മോളുടെ സൗണ്ട് അവൻ കേട്ടു. അവൻ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ. അപ്പൊ മോളുടെ സൗണ്ട് കേട്ടപ്പോ അമ്മേ അത് ചേച്ചി കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണ്, അത് കുഞ്ഞപ്പന്റെ അമ്മയുടെ സൗണ്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ചേച്ചി എന്നെ വിളിച്ചതാ. എന്റെ സൗണ്ട് കേട്ട് അവൻ മനസ്സിലാക്കി ഞാനാണെന്ന്. ഈ വീഡിയോയിൽ സന്തോഷം നമുക്ക് ഉണ്ടാവില്ല. അതെനിക്ക് അല്ല, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ അതായത് പിള്ളേര് ഫുൾ ടൈം ഈ വീഡിയോ തന്നെയല്ലേ വെച്ചോണ്ടിരിക്കുന്നത്. വീട്ടുകാർക്ക് എന്റെ സൗണ്ട് തന്നെ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുമ്പോ ദേഷ്യം വരുമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് വന്നിട്ടൊക്കെ ഉണ്ട്. അത് എത്ര നല്ല വീഡിയോസ് ആണെങ്കിലും വരുമല്ലോ, കണ്ണ് കിട്ടാതിരിക്കാനാന്ന് വിചാരിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോണേ? ഒരിക്കലും നമ്മൾ വ്ലോഗ്സ് പ്ലാൻ ചെയ്താൽ നടക്കൂല. പ്ലാനിങ് ഒരിക്കലും ഷോർട്സ് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ പറഞ്ഞ കോണ്ടന്റ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യും ഷോർട്സ്. പക്ഷെ വ്ലോഗ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കൂല. അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മാത്രമേ വ്ലോഗ് ഇടും. ഇപ്പൊ അതിരപ്പള്ളി പോയി, അത് നല്ലൊരു വീഡിയോക്കുള്ള കോണ്ടന്റ് ഉണ്ട്. അല്ലാണ്ട് വെറുതെ വീട്ടിൽ നിന്നിട്ട് വെറുതെ സാറ പറഞ്ഞ നിങ്ങൾ കണ്ടന്റുകൾ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല അല്ല, അത് കേറത്തുമില്ല. നല്ല വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ കേറത്തുള്ളൂ. ഈ പറ സൗദ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയുടെ അതെന്തായിരുന്നു? അത് അതായത് ആ ഡയലോഗ് ആ ടൈമിൽ ഭയങ്കര ഇതായിരുന്നല്ലോ. നമുക്ക് ഇവനെ കൊണ്ട് പറയിച്ചു നോക്കിയാലും ഇവൻ പറയൂ, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ആള് ശ്രമിക്കും. അപ്പൊ അങ്ങനെ അത് കാരണം നമ്മൾ പറഞ്ഞ് അവനെ കൊണ്ട് ഒരു വിധത്തിൽ പറയിപ്പിച്ച് അതിന്റെ എന്താ പറയാ, അത് ഭയങ്കരമായിട്ട് വൈറലായി. അതും വൈറലായി. 4 മില്യണോ 5 മില്യണോ പെട്ടെന്ന് അത് കയറി വൈറലായി. അത് അടിപൊളിയായിരുന്നു. ആൾക്കാർക്ക് ഒരുപാട് പേര് അത് പറഞ്ഞു. അതായത് ഒറിജിനൽ ഈ സൗദയുടെ ആ ഇതില്ലേ, അത് എല്ലാരും എന്താ പറയാ, അത് ഇമിറ്റേറ്റ് ആ സൗണ്ട് വെച്ചിട്ട് ലിപ്പ് അനക്കി അങ്ങനെ ചെയ്യുന്നതല്ലേ. ഓൺ വോയിസിൽ ചെയ്തവര് വളരെ കുറവാണ്. ആ ടൈമിൽ ഇവന്റെ പ്രായമുള്ള കൊച്ചിനെ ഓൺ വോയിസ് ചെയ്യിപ്പിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ ഈ ഡബ് സ്മാഷ് പോലെ ചെയ്യിക്കണമെന്ന് വിചാരിച്ചേ ഇല്ല. ഒരാൾ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ, ബാറ്റ് എടുത്ത്. ഗൈസ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം ഉണ്ടാവും അവിടെ. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ ഞാനിങ്ങനെ അൻസനെ വിളിച്ചപ്പോഴേ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അവിടെ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ പാർക്കുകൾ അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരേ ചെയ്യാൻ. നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പാർക്ക് പാടില്ല, ടോയ് ഷോപ്പ് പാടില്ല, ഒന്നും പാടില്ല ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ആ പിള്ളേര് അവന് കൊടുത്തു കേട്ടോ, അവര് സീരിയസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അവൻ ചെന്ന് ചോദിച്ചപ്പോ കൊടുത്തു. കുഴപ്പമില്ല, അവൻ കളിക്കുന്നില്ല. ആ ബാറ്റ് പൊക്കാനുള്ള ഇതില്ല, ബാറ്റ് അവനേക്കാളും വലുതാണ്. ഇനിയിപ്പോ എന്തായാലും അവിടെ ആയിട്ട് സെറ്റ് ആയി പോയി. ഇനി നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോവാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കുഴപ്പമില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൊണ്ടുപോക്കോളാം, പേടിക്കണ്ട. എനിക്ക് പേടിയാ. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോന്റെ കഥ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. ആ ഒരു ഓൺ വോയിസിൽ അവൻ അത് ചെയ്തു. പിന്നെ ഞങ്ങൾ പറഞ്ഞു അത്, പിന്നെ കുറെ പേര് കണ്ടവർ ഇവൻ ഒറ്റയടിക്കത് മൊത്തം പറഞ്ഞെന്നാ വിചാരം. അല്ല, നമ്മൾ ഇപ്പൊ ഒരു ഡയലോഗ് തന്നെ അവൻ 2 പ്രാവശ്യം പറയുമ്പോഴായിരിക്കും അതിന്റെ ആ ഒരു ഫുൾ. ഇപ്പൊ നീയാണ് സിനിമക്ക് വിട്ടത് ആ ഒരു ഡയലോഗ്, വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ അതിൽ. പറ സൗദ ഒച്ചയെ പറയുന്നത് പിന്നെ ചിരിച്ചോണ്ട് പറയുന്നത്, അതല്ല, അത് പല 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 കട്ടായിട്ട് എടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് ചേട്ടാ സെറ്റ് ആക്കി എടുത്തു. അപ്പൊ കാണുമ്പോ ഇവൻ ഒറ്റ സ്ട്രെച്ചിന് പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നും. പല പല ഇതായിട്ട് ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതെടുത്തല്ലോ, എഫേർട്ട് എടുത്തല്ലോ, അതെന്നെ വലിയ കാര്യം. ഇത്രയും ഒരു കുഞ്ഞു പ്രായത്തിൽ ഒരു വ്ലോഗർ ആവാൻ പറ്റി. കുഞ്ഞപ്പന് കേട്ട് കഴിഞ്ഞ ഇപ്പൊ ആളുകൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ടല്ലേ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അൻസ ആ ഒരു വീഡിയോ, ആ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോയത് തന്നെ. അതിനകത്ത് എനിക്കും ഭയങ്കര ആലോചിക്കുമ്പോ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു ജേർണി കാണുമ്പോഴേക്കും. അതെ അതെ. അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റട്ടെ സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആശീർവാദവും
ആശംസകൾ നേരുന്നു. അതാ കുഞ്ഞപ്പൻ തിരിച്ചു വന്നിരിക്കുകയാണ് സമയത്ത് തന്നെ നമ്മുടെ മൈക്കമ്മടയിലുണ്ട്. മൈക്കമ്മ വിയർത്ത് കുളിച്ച് ഒരു ആ പറസൗദം ഒന്ന് പറഞ്ഞു പറസൗദം ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. നിക്കാമോ മൈക്കാര കേട്ടോ. ആദ്യം ദേഷ്യപ്പെട്ട് പറയണം, പിന്നെ പറസൗദ, അങ്ങനെ 2 ടോണിൽ പറയണേ. ആദ്യം ദേഷ്യപ്പെട്ട് പറഞ്ഞേ. അല്ല, ഇനി സോഫ്റ്റ് ആയിട്ട്. നീയാണോ സിനിമക്ക് വിട്ടത്? ഇപ്പൊ കുറച്ചായില്ലേ അത് ചെയ്തിട്ട്, ഇപ്പൊ ആള് അത് മറന്നുപോയി. ഇപ്പൊ അല്ലേ പറഞ്ഞ 1 മിനിറ്റ്. എവിടെ പോണ്? നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? അപ്പൊ വൈൻഡപ്പ് പറഞ്ഞിട്ട് പോവാം. വൈൻഡപ്പ് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി കുഞ്ഞപ്പന്റെ വൈൻഡപ്പ് നമുക്ക് കേട്ടാലോ? അപ്പൊ ഇന്ന് വൈൻഡപ്പ് പറയാൻ പോകുന്നത് ഞാനല്ല, കുഞ്ഞപ്പനും കുഞ്ഞപ്പന്റെ അമ്മ. അമ്മ മറ്റേ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ പറയണ പോലെ കുഞ്ഞപ്പന്റെ അമ്മ. അല്ല, എന്റെ ശരിക്കുള്ള പേര് സത്യം പറഞ്ഞ ആർക്കും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ചു സീരീസ്. കുഞ്ചു എന്നുള്ളത് ചേട്ടൻ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ ശരിക്കും, കുഞ്ചു. അതാണ് നമ്മുടെ ചാനലിൽ പണ്ട് അങ്ങനെ കുഞ്ചു സീരീസ് ഇട്ടത്. പിന്നെ ഇവനെ വെച്ച് ക്ലിക്ക് ആയപ്പോഴും പിന്നെ പേര് അത് രജിസ്റ്റർ ആയി പോയ അങ്ങനെ, പിന്നെ പേര് മാറ്റിയില്ല. അപ്പൊ ഇപ്പൊ എന്റെ ശരിക്കുള്ള പേര് അൻസ എന്നാണ്. ഗെയ്സ് അറിയാമെന്നൊക്കെ. അഖിലും. ചേട്ടന്റെ പേര് അഖിൽ എന്നാണ്. അൻസാമോൾ ജെ എന്റെ ഇനിഷ്യൽ ഉൾപ്പെടെ അവൻ പറഞ്ഞതാ. എന്റെ പേര് ഇവിടെ ചെന്നാലും കുഞ്ഞപ്പന്റെ അമ്മ. വലിയ ആൾക്കാർ വരെ കുഞ്ഞപ്പന്റെ അമ്മ. പറയാം നമുക്ക് പറയാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ച ചിത്രയോട് ഒരുപാട് നന്ദിയുണ്ട്. മൂവി വേൾഡ് മീഡിയക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണിത്. നിങ്ങൾ എല്ലാരും മാക്സിമം ഇത് കുത്തിയിരുന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെന്തുവാ, അത് നമുക്ക് അതിന്റെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.